ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയെന്ന പരാതിയിൽ PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയതിനാലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിൽ പ്രതികരണവുമായി PV അൻവർ രംഗത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചതിലുള്ള വേട്ടയാടലാണിത്. വിജിലൻസ് അന്വേഷണം നടക്കട്ടെ, ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച ഉത്തരവ് തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റിനെ കൈമാറി. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി സ്വന്തമാക്കിയതിലാണ് PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2-നാണ് അന്വേഷണ ചുമതല. വിശദമായ അന്വേഷണം നടത്തി സമയപരിധിക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കൊല്ലം സ്വദേശിയായ വ്യവസായി മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. പാട്ടവകാശം മാത്രമുള്ള ഭൂമിയിൽ ഉടമസ്ഥാവകാശം സ്വന്തമാക്കിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പരാതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. MLA ആയിരിക്കുമ്പോൾ അധികാര ദുർവിനിയോഗം നടത്തിയാണ് ഭൂമി സ്വന്തം പേരിലേക്ക് മാറ്റിയതെന്ന് പരാതിയിൽ പറയുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് അൻവറിൽ നിന്നും നിരന്തരം ഭീഷണി നേരിടുന്നതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അൻവറിനെതിരെ നിരന്തരമായ നിയമ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് മുരുകേഷ്. നിയമം ലംഘിച്ച് അൻവർ നിർമ്മിച്ച 4 തടയണകൾ പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് മുരുകേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. മുൻപ് മുരുകേഷ് നൽകിയ പല പരാതികളും സർക്കാർ നടപടി എടുത്തിരുന്നില്ല. എന്നാൽ അൻവർ മറുകണ്ഠം ചാടിയതോടെയാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്.